കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിഖിൽ പ്രമേഷ് തത്സമയം വിവരങ്ങളുമായി. നിഖിൽ, നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു, തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണോ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നടത്തുന്നത്? അനുജ, ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരുപാടധികം പ്രവർത്തകർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയം മുൻപാണ് നിർമ്മല ആശുപത്രിയിൽ നിന്ന് എൻ സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അദ്ദേഹം ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പിന്തുണ അദ്ദേഹത്തിന് നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തന്നെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്. പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ PM നിയാസ് അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ സംസാരിക്കുകയാണ്. അതുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നിർത്തിക്കൊണ്ട് എന്നാൽ ഇവിടെ തന്നെ, അതായത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തന്നെ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എൻ സുബ്രഹ്മണ്യന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ വിഷയത്തിൽ നൽകും. നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും. അദ്ദേഹത്തെ അകാരണമായിട്ടാണ്, അതായത് ഒരു പരാതി പോലും ഇല്ലാതെ സ്വമേധയാ കേസെടുത്തുകൊണ്ട് പോലീസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നിപ്പോൾ എൻ സുബ്രഹ്മണ്യൻ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് തന്നെ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ, പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ അനുവദിക്കാതെ തന്നോട് സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് വന്ന ശേഷം CIക്ക് ഏതോ ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ ലഭിക്കുന്നു. അതിന് പിന്നാലെയാണ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഈ പോലീസ് കടന്നത് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തനിക്ക് വസ്ത്രം മാറാനോ അല്ലെങ്കിൽ തനിക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ ഒന്നും തന്നെയുള്ള അവസരങ്ങൾ നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നു. AKG സെന്ററിൽ നിന്ന് തന്നെ പിടികൂടുന്നതിന് വേണ്ടി, തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ലഭിച്ചതായി സംശയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എൻ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. നമുക്കങ്ങനെ സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴും അതിന് മീറ്ററുകൾക്ക് മുൻപായി തന്നെ പോലീസ് തടയാറാണ് പതിവ്. പക്ഷേ ഇത് പോലീസ് ഒട്ടും പ്രതീക്ഷിക്കാതെ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുകയും അവർ ഈ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെ നിന്നുകൊണ്ട് പ്രതിഷേധം നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. PM നിയാസ് അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ആശുപത്രിയിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. പൂർണ്ണമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകുന്നു. നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമുയരുന്നു. പോലീസ് ഈ വിഷയത്തിൽ ആകെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഇനി പോലീസ് എടുക്കാൻ പോകുന്ന നിഖിൽ, അദ്ദേഹത്തെ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചോ? നേരത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരുന്നു എന്ന തരത്തിലാണല്ലോ വാർത്ത വന്നത്. അല്പസമയം മുൻപ് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും കണ്ടു. തിരികെ സ്റ്റേഷനിലേക്ക് എത്തിച്ചോ? യെസ്, അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷമാണ് ഇവിടെ അദ്ദേഹത്തിന് അനുകൂലമായിക്കൊണ്ട് അദ്ദേഹത്തെ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഉള്ളത്. മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തെ വിട്ടയച്ചേക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത ഒരു അറസ്റ്റിലേക്ക് തന്നെയായിരുന്നു പോലീസ് കടക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു ചിത്രത്തിന്റെ പേരിൽ, ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു ചിത്രത്തിന്റെ പേരിൽ ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ അതിരാവിലെ വീട്ടിലെത്തി ഇങ്ങനെ അദ്ദേഹത്തെ ഒരു കയ്യേറ്റത്തിലൂടെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ വിമർശന വിധേയമാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പോലീസ് ഒരു U-ടേൺ ഈ വിഷയത്തിൽ പോലീസ് എടുക്കുന്നു എന്നുള്ള സംശയമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന പോലീസ് ഇപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അറസ്റ്റ് ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. DCC പ്രസിഡന്റ് പോലീസുമായി സംസാരിച്ചപ്പോൾ അറസ്റ്റ് എന്നായിരുന്നു ആദ്യം അവരോട് വ്യക്തമാക്കിയിരുന്നതെങ്കിലും അതുണ്ടായേക്കില്ല എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.